നമസ്കാരം, ദിസ് ഇസ് സിയാദ് ഇലിഗൽ. അങ്ങനെ ഒരു ദിവസത്തെ ഒരു ബ്രേക്കാണ് നമുക്കിന്ന് കിട്ടിയത്. ഇന്നത്തെ ദിവസത്തെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ഷന് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എത്താം. ആദ്യമായിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റ് ഇല്ലായിരുന്നു. ഇന്നലെ 3:30ക്കാണ് നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇന്നലെ സെക്കൻഡ് ഹാഫിന് ശേഷം ഇൻട്രാഡേ ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 250 പോയിന്റിലേറെ വലിയൊരു ഫോള് ഉണ്ടായിരുന്നു. ഇന്ത്യ വിക്സും സ്പൈക്ക് രേഖപ്പെടുത്തിയിരുന്നു. അതുവരെയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം കാര്യങ്ങൾ കീഴ്മേൽ മറയുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ കറൻറ്റ് മന്തിലെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇത് മുമ്പേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ പേരുണ്ടായിരുന്നത് എസ് നിഫ്റ്റി എന്നായിരുന്നു. അത് ആ ഒരു സമയത്ത് സിംഗപ്പൂർ എക്സ്ചേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഗുജറാത്തിലായതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഗിഫ്റ്റ് നിഫ്റ്റി എന്ന് പറയുന്നത്. ഗിഫ്റ്റ് സിറ്റിയിലാണ് ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിഫ്റ്റി. ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് നെക്സ്റ്റ് ഡേ നമുക്ക് ഗ്യാപ്പ് അപ്പായിട്ടും ഗ്യാപ്പ് ഡൗണുകളായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കാം. ഇതാണ് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഉള്ളത്. വൈ ക്ലോസ് എന്ന് കാണാം. അതായത് ഇന്നലത്തെ ക്ലോസ് ആ ഒരു അതായത് നിഫ്റ്റിയിലുണ്ടാകുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. വലിയൊരു ഫോളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം കാണാം, ഇന്നലെ മാർക്കറ്റ് 3:30ക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം ഇന്നലെ 3:30 മുതൽ ഇന്ന് ഏർലി മോർണിംഗ് 2 മണി വരെ ട്രേഡ് ചെയ്യുന്നതും ഇന്ന് രാവിലെ 6:30 മുതൽ ഇപ്പോൾ ട്രേഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയം വരെ നിഫ്റ്റി ഏകദേശം ഒരു 250 പോയിൻറ്റിൻ്റെ റാലിയാണ് ഉണ്ടാക്കിയത്. എന്നാൽ അതിനുശേഷം ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡലാണ് ഉള്ളത്. അതായത് ഇന്നലത്തെ നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 1% റാലി രേഖപ്പെടുത്തിയ നിഫ്റ്റി ഇപ്പോൾ സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉള്ളത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളും അതല്ലെങ്കിൽ ഈ നമ്മുടെ മാർക്കറ്റ് ഇല്ലാതിരിക്കുകയും ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വലിയൊരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പൊസിഷൻസൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ഉയർന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരുന്നു മാർക്കറ്റ് ഇടിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ഡേറ്റാസ് എല്ലാം തന്നെ ഉണ്ട്. ഇതെല്ലാം തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നുമല്ല. പ്രമുഖ ബ്രോക്കറിംഗ് സ്ഥാപനങ്ങളായിട്ടുള്ള CLSA, ജെഫ്രീസ്, ഗോൾഡ്മാൻ സാക്ക് ഇവരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ന്യൂസിലൂടെ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ ഞാനെന്നൊരു വ്യക്തിയുടെ അഭിപ്രായം ഒരിക്കലും എൻ്റെ ഫ്രണ്ട് സർക്കിൾ പറഞ്ഞേക്കാം, പക്ഷേ ചാനലിൽ ഒരിക്കലും വന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറില്ല. പ്രധാനമായിട്ടും ഇന്നലെ US മാർക്കറ്റിലെ നാസ്ഡാക്ക് ശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തി. NVIDIA എന്ന് പറയുന്ന അവിടുത്തെ ചിപ്പ് നിർമ്മാണ കമ്പനി ഇന്നലെ അവിടെ 5% റാലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. NVIDIA US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ചിപ്പ് നിർമ്മാണ കമ്പനിയാണ്. US മാർക്കറ്റിലെ മറ്റുള്ള എല്ലാ കമ്പനീസിൻ്റെ റിസൾട്ട് വന്നെങ്കിൽ കൂടിയും ഇവരുടെ റിസൾട്ട് ഇന്നാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവർക്ക് കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കുന്നതുകൊണ്ട് ഇവരുടെ ഒരു ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് ഇന്നലെ NVIDIA ഉയർന്നതും അതുവഴി ഇന്നലെ നാസ്ഡാക്ക് ഉയർന്നതും. ആ ഒരു റിഫ്ലക്ഷനാണ് ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിൽ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി പ്രധാനമായിട്ടും മാർക്കറ്റ് ഇടിഞ്ഞതും ഇപ്പോൾ ഇടിയാനായിട്ടുള്ളൊരു കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ്. US വിക്സ് 8% ഉയർന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഉക്രൈൻ US മെയ്ഡായിട്ടുള്ള ATCM മിസൈൽ പ്രയോഗിച്ചു. ഈ ഒരു മിസൈലിൻ്റെ ബാൻ ലിഫ്റ്റ് ചെയ്തത് ചെറിയൊരു ആശങ്ക പടർത്തിയിരുന്നു. അപ്പോൾ അതുമാത്രമല്ല, ഉക്രൈനിലുള്ള US എംബസി ക്ലോസ് ചെയ്തിട്ടുണ്ട്. പൗരന്മാരോടെല്ലാം തന്നെ ജാഗരൂകരാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇടിഞ്ഞ ഗോൾഡ് തിരിച്ച് കയറിയതും അത് കാരണമാണ്. അപ്പോൾ ഇനി നമ്മളുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് അവധിയായിരുന്നത് നമ്മളുടെ മഹാരാഷ്ട്രയുടെ ഇലക്ഷൻ കാരണമാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ എത്രമാത്രം ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ഒരു ഇലക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ഡേ ആണ്. അതിൻ്റെ റിസൾട്ടൊക്കെ എല്ലാം തന്നെ എത്രമാത്രം മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെലുത്തുമെന്ന് നമുക്കറിയണമെങ്കിൽ ഈ മഹാരാഷ്ട്രയുടെ ഒരു പ്രത്യേകത നമ്മൾ അറിയണം. അതിനു മുമ്പ് കഴിഞ്ഞ ഇലക്ഷന് NDA എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തവണ ഗവൺമെൻറ് 2 ഘടകകക്ഷികൾ കൂടി ചേർന്നൊരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് ചേർത്ത് വായിക്കുന്ന സമയത്ത് ഈ മഹാരാഷ്ട്രയുടെ ഇലക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം മഹാരാഷ്ട്ര എന്ന് പറയുന്നത് 48 സീറ്റുകളുള്ള
വലിയൊരു ഒരു ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. മഹാരാഷ്ട്രയുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഏകദേശം ഒരു 30%. അത് നാഷണൽ ആവറേജിൻ്റെ വളരെ ഉയർന്ന രീതിയിലാണ് അവിടുത്തെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ കമ്പനി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ 16% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്. 19% രാജ്യത്തിലുള്ള ടോട്ടൽ സ്റ്റാർട്ടപ്പിൻ്റെ കോൺട്രിബ്യൂഷൻ മഹാരാഷ്ട്രയിൽ നിന്ന് ഏകദേശം 19%. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FDI, FPI തുടങ്ങിയ വിദേശത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നിക്ഷേപം നടത്തുന്ന ഒരു സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റിൽ ഉണ്ടാകുന്ന റിസൾട്ട് സ്വാഭാവികമായ രീതിയിലും വളരെയധികം പ്രത്യേകതകളുള്ള അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഗ്ലോബൽ മാർക്കറ്റിന് മുമ്പ് ഇന്നലത്തെ US മാർക്കറ്റിലെ റാലി നമുക്ക് നോക്കാം. ഏറ്റവും നമ്മൾ ചർച്ച ചെയ്ത NVIDIA എന്ന് പറഞ്ഞ സ്റ്റോക്ക് കാണാം 5% റാലി ഉണ്ടാക്കിയിരുന്നു. അസെഞ്ചർ, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇതിൽ ഇന്ത്യയിൽ മാത്രമാണ് ഫോളോ ആയത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴേന്ന് റീഡ് ചെയ്യാൻ ശ്രമിക്കാം. US VIX 9% ഇന്നലെ സ്പൈക്കായത്. US നാസ്ഡാക്ക് അതിന് തൊട്ട് മുകളിൽ കാണാം 195 പോയിൻ്റ് അഥവാ 1% റാലി രേഖപ്പെടുത്തി എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും എന്തുകൊണ്ടാണ് US VIX ഉയർന്നിട്ടുള്ളത്? ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കാരണമാണ് US VIX ഉയർന്നിട്ടുള്ളത്. ഡോ ജോൺസ് 120 പോയിൻ്റ് റെഡായിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള എല്ലാ യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 93,000 എത്തി നിൽക്കുകയാണ്. തൊട്ട് താഴെ ബ്രണ്ട് ഓയിൽ 71, ഗോൾഡ്, ഏഷ്യൻ മാർക്കറ്റെല്ലാം തന്നെ മിക്സഡാണ്. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇന്നലെ US VIX 9% ഉയർന്നു. ഈവൻ നാസ്ഡാക്ക് അതിശക്തമായിട്ടുള്ള റാലി രേഖപ്പെടുത്തിയിട്ട് കൂടിയും ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി 250 പോയിൻറ്റിൻ്റെ റാലി രേഖപ്പെടുത്തിയ ഗിഫ്റ്റ് നിഫ്റ്റി സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഉള്ളത്. ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കണ്ടില്ല എങ്കിൽ നാളെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 300 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ് എടുക്കാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മളെ മാർക്കറ്റിൻ്റെ ഒരു ആബ്സെൻസിൽ. ഞാൻ വീണ്ടും ഇത് പറയാനായിട്ടുള്ള കാരണം, നമ്മളെ മാർക്കറ്റ് ഇല്ലാതിരിക്കുകയും ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാകുകയും ചെയ്യുന്ന അവസരത്തിൽ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുമെന്നുള്ള കാര്യം മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.